10th വെഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ വൈഫ് ഇങ്ങനെ പറഞ്ഞു, വളരെ ബ്ലെസ്സഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് നമുക്ക് തന്നല്ലോ കർത്താവ്, അതിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷെ ആ സമയത്ത് ദൈവം എൻ്റെ മനസ്സിൽ അതേപോലുള്ളൊരു ബ്ലെസ്സഡ്നെസ് അനുഭവിക്കാൻ കഴിയാത്ത ഒത്തിരി ഫാമിലീസ് നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് എന്നെ ഒത്തിരി വേദനിപ്പിച്ചു. പണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഫാമിലി പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ അങ്ങ് അമേരിക്കയിലൊക്കെ നടക്കും, നമ്മുടെ നാട്ടിലൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇന്ന് ഇന്ത്യയിലും ഈ കുടുംബ ബന്ധങ്ങളൊക്കെ ബ്രോക്കണായിട്ട് പോകുന്ന ഒരു വലിയൊരു സാഹചര്യമുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു അതൊക്കെ ജാതികളുടെ ഇടയിലാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു അതൊക്കെ സമുദായക്കാരുടെ ഇടയ്ക്കാണ്. പക്ഷേ ഇപ്പം വന്ന് എന്താണ് വിശ്വാസികളുടെ ഇടയ്ക്കും ഫാമിലി ബ്രേക്കപ്സ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായ ഒരു സാഹചര്യത്തിൽ ഇതിനൊരു ദൈവികമായ അടിത്തറ ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു വലിയ ബോധ്യം. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ ഫാമിലി സെമിനാറിന് വേണ്ടി കർത്താവ് എനിക്കൊരു വലിയൊരു ബേർഡൻ തന്നത്. എന്തുകൊണ്ടാണ് ഫാമിലി ബ്രേക്കപ്സ് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇതുപോലുള്ള കുടുംബ തകർച്ചകൾ ഉണ്ടാകുന്നത്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു വിശ്വാസി ആയതുകൊണ്ട് മാത്രം അവരുടെ കുടുംബം വേദപുസ്തക അടിസ്ഥാനത്തിലോ ദൈവകേന്ദ്രീകൃതമോ ആയിരിക്കണോ നിർബന്ധമില്ല. നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണ നമ്മളൊരു വിശ്വാസി ആയതുകൊണ്ട് നമ്മൾ സഭയിൽ പോകുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായെന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഒരു ക്രിസ്ത്യൻ എന്ന് പറയുന്നത് എ ക്രിസ്ത്യൻ ഇസ് എ പേഴ്സൺ ഹു ഹാസ് ക്രൈസ്റ്റ് ഇൻ. ക്രിസ്തു ഉള്ളിലുള്ള വ്യക്തിയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ നമ്മൾ കൈപൊക്കി എൻ്റെ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു പറയുന്നതല്ലേ ഉദ്ദേശിച്ചത്. ക്രിസ്തു ഉള്ളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ക്രിസ്ത്യൻ. പക്ഷെ ഇന്ന് നമുക്ക് പലപ്പോഴും ഉള്ളത് ക്രിസ്ത്യൻസ് അല്ല, ചർച്ചിയൻസ് ആണ്. കാര്യം ചേർച്ചാണ്, അല്ലെങ്കിൽ ചർച്ച എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് ദൈവസഭയുടെ ആ മാർമികമായ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. നോർമലി വാട്ട് ഹാപ്പൻസ്, വി ആർ ഹാപ്പി ബിക്കോസ് വി ഗോ ടു എ ചർച്ച്. നമ്മളൊരു സഭയിൽ പോകുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ സംതൃപ്തരാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ കുടുംബജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാൻ പല സമയത്തും നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നില്ല. ദൈവം പ്രവർത്തിക്കത്തില്ലെന്നല്ല, ദൈവം പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ ഓൾമോസ്റ്റ് വിശ്വാസികളുടെ വിവാഹങ്ങളിലെല്ലാം ആശംസാഗീതമായിട്ട് നമ്മൾ പാടുന്ന സങ്കീർത്തനമാണ് 127 സങ്കീർത്തനം. അവിടെ പറയുന്ന ഒന്നാമത്തെ വാക്ക് യഹോവ ഭവനം, വീടെന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ കുറച്ചൊരു കറക്റ്റായിട്ടുള്ള വാക്ക് യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. അവിടെ ഭവനം എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു കെട്ടിടമാണ്. ഒരു കെട്ടിടം പണിയാൻ നമുക്ക് സിമെൻറ്റും ബ്രിക്സും ഒക്കെ മതി. പക്ഷെ ഒരു ഭവനം എന്ന് പറയുന്നത് ആളുകളെ കൊണ്ടാണ് പണിയുന്നത്. ആ ഭവനം പണിയുന്നത് യഹോവയാണെങ്കിൽ അവരുടെ അധ്വാനം വൃഥാവിലല്ല. എന്നാൽ യഹോവ ഭവനം പണിയുന്നില്ലെങ്കിൽ അവർ പണിയുന്നത് കൊണ്ട് പ്രധാനപ്പെട്ട പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരുപക്ഷെ വളരെ ആത്മാർത്ഥതയോടുകൂടെ കർത്താവിന് കാര്യങ്ങൾ ഫലമേൽപ്പിച്ച് വിവാഹബന്ധത്തിലേക്ക് പ്രവേശിച്ച ആളുകൾ കാണും. ഒത്തിരി പ്രാർത്ഥിച്ചൊക്കെ വിവാഹബന്ധത്തിൽ പ്രവേശിച്ച ആളുകൾ കാണും. ദാറ്റ്സ് ഗുഡ്. എന്നാൽ ഭവനത്തിൻ്റെ പ്രത്യേകത അത് സിമെൻറ്റും ബ്രിക്സും വെച്ചല്ല പണിയുന്നത്. അതായത് നിങ്ങൾ ഫിക്സ് ആയിട്ടിരുന്നേനെ. ഈ കെട്ടിടം പണിത മേസ്ത്രി ആരാ, ഈ കെട്ടിടം പണിത എഞ്ചിനീയർ ആരാ, നമുക്ക് അറിയത്തോലുമില്ല. അയാൾ എല്ലാ ദിവസവും ഇവിടെ താമസിക്കുന്നൊന്നുമില്ല. താമസിക്കേണ്ട കാര്യമില്ല. കാര്യം ഇത് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നു? സിമെൻറ്റും ബ്രിക്സും ഒക്കെ വെച്ച് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കത്തില്ല. പക്ഷെ ഭവനം എന്ന് പറയുന്നതല്ല. അവിടെ ആളുകൾ അങ്ങനെ വെറുതെ ഇരിക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചലനം ഉണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൂട്ടിമുട്ടലുണ്ടാകും. അതുകൊണ്ട് ഭവനം പണിയാൻ ഒരിക്കൽ ദൈവം വന്നാൽ പോരാ, ഭവനം പണിയാൻ എന്നും ദൈവം വേണം. അങ്ങനെ ഭവനം പണിയാനായിട്ട് ദൈവത്തെ ഫലമേൽപ്പിക്കുകയാണെങ്കിൽ ആ ഭവനം ഒരിക്കലും തകർന്നു പോകത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഭവനം പണിത മേസ്ത്രി ആരാണ്? ആ ദൈവത്തെ നമ്മൾ കൂടെ കൊണ്ട് നടന്നേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് unless the Lord builds a house, those who build it, they build it in vain. അവരത് അധ്വാനിക്കുന്നത് അല്ലെങ്കിൽ പണിയുന്നത് വൃഥാവിലായി പോകുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ. ദൈവം ഭവനം പണിയാനായിട്ട്, നമ്മുടെ വീട് പണിയാനായിട്ട് കോൺസ്റ്റൻ്റായിട്ട് എല്ലാ ദിവസവും എല്ലാ നിമിഷങ്ങളിലും നമ്മുടെ ഭവനം പണിയാൻ ദൈവത്തെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത്. ഒരു ഫാമിലി സെമിനാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു വലിയ, നമ്മുടെ മനസ്സിൽ വരുന്നൊരു വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ചിന്ത ഈ ഫാമിലി സെമിനാർ എന്ന് പറയുന്നത് കുടുംബം തകർന്നവർക്ക് വേണ്ടിയുള്ള ഒരു സെമിനാറാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഒരു ഫാമിലി സെമിനാർ വരാൻ പറയും, അയ്യോ ഞങ്ങളുടെ കുടുംബത്തിന് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല.
അതൊക്കെ വലിയ പ്രശ്നമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ സെമിനാർ എന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ചിന്ത. എന്നാൽ ഒരു ഫാമിലി സെമിനാർ എന്ന് പറയുന്നത് കുടുംബം തകർന്നവർക്ക് വേണ്ടിയുള്ളതല്ല. അതാദ്യം മനസ്സിലാക്കണം. ഇത് വാസ്തവത്തിൽ കുടുംബം തകർന്നവർക്ക് വേണ്ടി ഒരു സെമിനാർ നടത്തേണ്ട കാര്യമില്ല. അവർക്ക് നമ്മൾ ഈ കോഷൻ ബോർഡ്സ് ഉണ്ടല്ലോ, മുന്നറിയിപ്പൊക്കെ കൊടുക്കുന്നത് എപ്പോഴാണ്? ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളതിന് മുമ്പാണ്. നിങ്ങൾ സൂക്ഷിക്കണം, അപകടമുണ്ട് എന്നുള്ള ബോർഡ് അപകടം അല്ലെങ്കിൽ ആ വളവ് കഴിഞ്ഞിട്ട് പിന്നെ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരർത്ഥമില്ല. അപ്പോൾ ആദ്യം തന്നെയാണ് ഇത് വെക്കേണ്ടത്. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുമ്പ് മുന്നറിയിപ്പിനായി വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി സെമിനാർ. ഒരു കോഷൻ ബോർഡ് എന്ന നിലയിൽ നമ്മൾ കാണണം. വണ്ടി ഇടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ വണ്ടി ഇടിച്ചു കിടക്കുന്നിടത്ത് കൊണ്ടുപോയി ഒരു ബോർഡ് വെച്ചിട്ടെന്താ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും അർത്ഥമൊന്നുമില്ല. വണ്ടി ഇടിച്ചു കഴിഞ്ഞില്ലേ? അപ്പോൾ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ ടോ ചെയ്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയുള്ളൂ മാർഗം, അല്ലാതെ അവിടെ പിന്നെ സെമിനാർ കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ സെമിനാർ നമ്മൾ നടത്തുന്നത് തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയല്ല, കുടുംബം തകരാതിരിക്കാനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഹെൽത്തി ആയിട്ട് പോകുന്ന കുടുംബങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ആരും തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സെമിനാർ ആയതുകൊണ്ട് വരാതിരിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ഒരു സെമിനാർ അല്ല ഇത്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നവും ഇല്ലെന്നൊക്കെ പറയുന്നത് എപ്പോഴും ശരിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിലും നമ്മൾ മിക്കപ്പോഴും ഈ കാര്യങ്ങളൊന്നും സമ്മതിക്കുന്നില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു പ്രാവശ്യം എൻ്റെ ബൈക്കും കൊണ്ട് പോയി, ഇപ്പോഴല്ല, ഒത്തിരി വർഷം മുമ്പാണ്, 10 വർഷം മുമ്പാണ്. എന്നിട്ട് മുഖമെല്ലാം കൂടെ ചോരയെല്ലാം ഒലിച്ച്, കയ്യുമെല്ലാം കീറി, ദേഹമെല്ലാം തകർന്ന്, വീട്ടിലോട്ട് ഏതായാലും ഒടിവൊന്നും ഉണ്ടായില്ല, പക്ഷെ മുഖത്തൊന്നും ചോര ഇങ്ങനെ കുടുകൂടെ ചാടുകയാണ്. നേരെ വീട്ടിൽ കയറി ചെന്ന അവൻ്റെ അമ്മ ഭയങ്കര കരഞ്ഞപ്പോഴത്തേക്ക് ഇവൻ അമ്മയോട് ചൂടാകുക, എന്തോ അതള്ളേ നിങ്ങൾ കിടന്ന് കരയുന്നത്? നിങ്ങളുടെ കരച്ചിൽ കണ്ട എനിക്ക് ഏതാണ്ട് പറ്റിയെന്ന് തോന്നുമല്ലോ, നിങ്ങളുടെ കരച്ചിൽ കണ്ട എനിക്ക് ഏതാണ്ട് പറ്റിയെന്ന് തോന്നുമല്ലോ എന്ന് പറഞ്ഞ ഒരു സന്ദർഭം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഇതുപോലെയാണ്, എല്ലാം പറ്റിക്കഴിഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല എന്ന നിലയിലാണ് നമ്മൾ പല സമയത്തും ഇടപെടുന്നത്. എന്നാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി, വിവാഹിതരായ വിശ്വാസികൾക്ക്, വിവാഹിതരല്ലാത്തവർക്കും, വിവാഹ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയുള്ളൊരു സെമിനാറാണ്. തകർന്നവർക്ക് വേണ്ടിയല്ല, അതിന് മുമ്പുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. പക്ഷേ എന്തുകൊണ്ടിത് ആവശ്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ മാരേജ് അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് മറ്റൊരിടത്തും സംഭവിക്കാത്തതുപോലെ പ്രീ എക്സ്പീരിയൻസ് ഇല്ലാതെ പ്രവേശിക്കുന്ന ഒരു ജോലിയാണ്. മറ്റ് ഏത് ജോലിയിലേക്ക്, ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ ആദ്യം ചോദിക്കും, പൂർവ്വ പരിചയം ഉണ്ടോ എന്നുള്ളല്ലേ? മുൻകാല പരിചയം ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ കല്യാണത്തിന് തയ്യാറെടുക്കുമ്പോൾ ആരും ചോദിക്കത്തില്ല മുൻകാല പരിചയം ഉണ്ടോ എന്ന്. അപ്പോൾ ഇക്കാര്യത്തിൽ മാത്രം മുൻകാല പരിചയം ഒരു എലിജിബിലിറ്റി അല്ല, ഒരു ഡിസ്ക്വാളിഫിക്കേഷനാണ്, ഇല്ലേ? അപ്പോൾ ഒരു പരിചയവുമില്ലാതെ നേരെ നമ്മൾ കടന്നു ചെല്ലുന്ന ഒരു ജീവിതമാണ് വാസ്തവത്തിൽ വിവാഹ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇതൊക്കെ നേരത്തെ പഠിപ്പിക്കേണ്ടത്. വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ നേരത്തെ പഠിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോഴെങ്കിലും പഠിക്കണം, ഇല്ലേ? ഈ വിവാഹത്തെക്കുറിച്ച് എന്താണ് വേദപുസ്തകം പഠിപ്പിക്കുന്നതെന്ന് ഒരു സൺഡേ സ്കൂളിൽ വെച്ച്, ഒരു സൺഡേ സ്കൂൾ ഇതിനു വേണ്ടി ഇൻസ്പെക്ഷന് വേണ്ടി വരുന്ന ഒരു ഇൻസ്പെക്ടർ ചോദിച്ചു, വാട്ട് ദ ബൈബിൾ സേസ് അബൌട്ട് മാരേജ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക, പിള്ളേരെല്ലാം. അപ്പം ഒരു പയ്യൻ മാത്രം എണീറ്റ് പറഞ്ഞു, സർ, ദ ബൈബിൾ സേസ് forgive them for they know not what they are doing. അതാണ് മാരേജിനെ കുറിച്ച് വേദോസ്തി പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക്കാൻ ഇവരോട് ക്ഷമിക്കണമേ. അപ്പം വിവാഹത്തെക്കുറിച്ച് വേണ്ടത്ര പരിജ്ഞാനമില്ലാതെ എന്താ ചെയ്യുന്നതെന്നറിയാതെ നേരെ മാരേജിലേക്ക് പ്രവേശിക്കുന്ന ഒരവസ്ഥ നമ്മളുടെ യങ് പീപ്പിളിനും അല്ലാത്തവർക്കും ഉണ്ടാകുന്നുണ്ട്. പണ്ട് കാലത്ത് ഒരു പക്ഷെ അങ്ങനെ ഇല്ലെങ്കിലും അവർ കുടുംബ ബന്ധങ്ങളൊക്കെ കണ്ട് കൂട്ടുകുടുംബങ്ങളിലൊക്കെ വസിക്കുന്നത് കൊണ്ട്, ഈ പഴയ കാലത്ത് ഏറ്റവും എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിന്ത, ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ലെങ്കിലും നമ്മളുടെ മിക്കവാറും ഉള്ള പ്രശ്നങ്ങളുടെ ഒരു 70% പ്രശ്നങ്ങളെങ്കിലും കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത് നമ്മളുടെ കൂട്ടുകുടുംബ വ്യവസ്ഥ തകർന്നതുകൊണ്ടാണെന്നാണ് എൻ്റെ ചിന്ത. കാര്യം ഒരു പ്രതിസന്ധിയിൽ അവരെ ആശ്വസിപ്പിക്കാനോ അവർക്കൊരു നേർവഴി പറഞ്ഞു കൊടുക്കാനോ ആരുമില്ല. They are handling it by themselves. അവർ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് വേണം?
ഇതിനെക്കുറിച്ചുള്ള വേദപുസ്തകപരമായിട്ടുള്ള ഒരു ടീച്ചിങ് എല്ലാ സഭകളും ഒരുപോലെ അതിനുവേണ്ടി പരിശ്രമിച്ചേ പറ്റുള്ളൂ. നമുക്കൊരു പ്രീമാരിറ്റൽ ക്ലാസ്സസ് പിള്ളേർക്ക് കൊടുത്തു വേണം. വാസ്തവത്തിൽ ഇവരെ ക്ലാസ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കൗൺസിലിംഗ് ക്ലാസ്സസ് ഒക്കെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ അതല്ല, എന്താണ് ദൈവവചനം ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. അതുകൊണ്ട് എന്താണെന്നറിയാമോ, ഇന്ന് വന്ന് വിവാഹം എന്ന് പറയുന്നത് ഒരു പേടിയായിട്ട് വന്നിരിക്കുകയാണ്. ഒരു പരിധിവരെ ഭയങ്കര പേടിയാണ് കല്യാണം കഴിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും. പിന്നെ ഒരു ഇൻട്രസ്റ്റിനെ കല്യാണം കഴിക്കണമല്ലോ എന്ന് വെച്ച് കല്യാണം കഴിക്കുന്നത്. എന്നാലും മറ്റുള്ള വിവാഹ ബന്ധങ്ങളിലെ കാര്യങ്ങളൊക്കെ ഈ തകർച്ച കാണുമ്പോൾ, ദേവദാസൻ ആദ്യം തന്നെ പറഞ്ഞ കാര്യമുണ്ട്, ഇത് കാണുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു പ്രശ്നം, ഞാൻ കല്യാണം കഴിച്ചാൽ ഇങ്ങനെയൊക്കെ പറ്റുമോ എന്ന് പേടിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേരല്ല, ചെറുപ്പക്കാർക്കെല്ലാം ഒരു വലിയ പേടിയുണ്ട്, ഇത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു പേടിയിലാണ്. ഞാൻ ഒരു സ്റ്റോറി ഇതിനു വേണ്ടി ചിലപ്പം പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഒരിക്കൽ ഒരു ഗവർണർ ഒരു അസിലം ഈ ഭ്രാന്താശുപത്രി സന്ദർശിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ 3 നിലകളിലായിട്ടാണ് ഭ്രാന്തന്മാരെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴത്തെ നിലയിലുള്ളവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം രണ്ടാമത്തെ നിലയിൽ അതിനേക്കാൾ കൂടുതൽ കുഴപ്പമുള്ളവർ, മൂന്നാമത്തെ നിലയിൽ ഏറ്റവും പ്രശ്നമുള്ളവർ. അപ്പോൾ താഴത്തെ നിലയിൽ ഇവരെ പൂട്ടിയിട്ടിട്ടൊന്നുമില്ല. അവർക്ക് കസേര വന്നിരിക്കാം, വേണമെങ്കിൽ പുറത്ത് പോകണമെങ്കിൽ പുറത്ത് പോകാം, അവർ ദേ ആർ ഫ്രീ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ രണ്ടാമത്തെ നിലയിൽ അങ്ങനല്ല, അവർക്ക് അങ്ങനെ പുറത്തൊന്നും പോകാനൊന്നും പറ്റത്തില്ല, അവരെ ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ മുറിക്കകത്ത് അവർ ഫ്രീ ആണ്, കെട്ടിടത്തിൽ അവർ ഫ്രീ ആണ്, പക്ഷേ പുറത്തോട്ട് പോകാനായിട്ട് അവർക്ക് അനുവാദമില്ല. മൂന്നാമത്തെ നിലയിൽ അതല്ല, അവരെ മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് തന്നെയല്ല, കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ അവരെ കസേര തന്നെ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്നാലും അവർ ഈ ഭിത്തിയിലൊക്കെ തലയിട്ടിരിക്കും. അതുകൊണ്ട് ഈ ഭിത്തിയിലൊക്കെ വലിയ റബ്ബർ പാഡൊക്കെ വെച്ചിരിക്കുകയാണ്. കാര്യം ഇല്ലെങ്കിൽ ഇവർ സ്വയം മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ താഴത്തെ നിലയിൽ ആദ്യ ഗവർണർ വന്നപ്പോഴത്തേക്ക് ഒരു ചെറുക്കൻ ഒരു കസേര ഇരുന്നുകൊണ്ട് ചുമ്മാ ഇങ്ങനെ വർത്തമാനം പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക, ലൂലു 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉടനെ ഗവർണർ ചോദിച്ചു, ഇതെന്താ പറ്റി ഇവന്? ഉണഞ്ഞവൻ ഈ ലൂലു എന്ന് പറയുന്ന പെങ്കൊച്ചുമായിട്ട് ഒരു സ്നേഹത്തിലായിരുന്നു, പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല. അത് അവനൊരു ചെറിയൊരു മാനസിക പ്രയാസം ഉണ്ടായി. കുഴപ്പമൊന്നുമില്ല, ഞങ്ങളൊന്ന് വേണേ പൊക്കോളാൻ പറഞ്ഞു, എന്നാലും ഒന്നുകൂടെ ഒന്ന് നോക്കണമെന്നുള്ളതേ ഉള്ളൂ. ഹീ ഈസ് ഫ്രീ, പക്ഷെ ഒരു ചെറിയൊരു പ്രോബ്ലം. അപ്പോൾ ഇയാൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നിലയിൽ പോയി, അവിടെ ഉള്ളവരെ കണ്ടു. മൂന്നാമത്തെ നിലയിൽ പോയപ്പോൾ ഒരുത്തൻ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും തലയിട്ടിരിക്കുകയും ചെയിനയിൽ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ അവനും കരയുന്നത് ലൂലു ലൂലു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഉടനെ ഗവർണർ ഡോക്ടറോട് ചോദിച്ചു, അല്ല ഈ താഴത്തെ ചെറുക്കന് ഈ ലൂലു എന്ന് പറയുന്ന പെങ്കൊച്ചിനെ കെട്ടാൻ പറ്റാഞ്ഞത് കൊണ്ട് പറ്റിയാണോ? ഇവൻ എന്തിനാ ഈ കിടന്ന് കരയുന്നത് എന്ന് പറഞ്ഞു. ഇവൻ ആ ലൂലുവിനെ കെട്ടിയതെന്ന്. കെട്ടാഞ്ഞവന് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടായ സ്റ്റേജ് ഇതാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നോർമലി ഉണ്ടാകുന്ന പ്രോബ്ലം ഇതൊക്കെ കണ്ട് മനുഷ്യൻ്റെ ഇന്നത്തെ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് വിവാഹം തന്നെ വേണ്ടാന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ഇന്നത്തെ പുതിയ തലമുറയുടെ ഒരു ടെൻഡൻസിയാണ് നമ്മളിൽ. എനിക്കറിയത്തില്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ വിവാഹം കഴിക്കാനായിട്ട് ഇഷ്ടമില്ല. വിവാഹം കഴിക്കാതെ ജീവിക്കാനാണ് പലർക്കും ഇഷ്ടം. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഈയിടെ ഒരാൾ പറയുന്നുണ്ട് അമേരിക്കയിൽ ഡിവോഴ്സ് ഇപ്പം വളരെ കുറവാണെന്ന്. അപ്പോൾ ഞാൻ ഇത് കേട്ടപ്പോൾ പെട്ടെന്നൊരു അമേരിക്കയിൽ എന്താ ഡിവോഴ്സ് കുറവ്? അല്ല, അവിടെ കല്യാണം ഇപ്പം നടക്കുന്നില്ല, അതുകൊണ്ടാണെന്ന്. അപ്പോൾ കല്യാണം തന്നെ നടക്കുന്നില്ല. ഞാൻ കൂടുതൽ സമയം ആഫ്രിക്കയിലാണ് ഇപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. മൊസാംബിക് എന്ന് പറഞ്ഞൊരു കൺട്രിയാണ്. ഈ മൊസാംബിക്കിലെ വാസം പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി 2-3 പിള്ളേരൊക്കെ ആയി കഴിയുമ്പോൾ പെതിയെ ആലോചിക്കുന്ന ഒരു കാര്യമാണ് വിവാഹം കഴിക്കണോ വേണ്ടായോ എന്നുള്ളത്. എന്നെ ഒരാളൊരു കല്യാണത്തിന് വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വിവാഹം കഴിഞ്ഞ് ഇവർ രണ്ടുപേരോട് ബൊക്കെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു ഓടി ചെന്നപ്പം ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മണവാളനും മണവാട്ടി ഈ കൊച്ചിനെ മാറിയെടുത്ത് ഉമ്മ വെക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കൊച്ചേതാ? അതവരുടെ തന്നെയാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ച്, നമ്മുടെ നാട്ടിലൊക്കെ പറയുമല്ലോ, അപ്പൻ പപ്പായുടെ മമ്മിയുടെ കല്യാണത്തിന് നീ എവിടെ ആയിരുന്നു? അപ്പോൾ ഞാൻ ചിന്തിക്കും, ആഫ്രിക്കയിലെ പിള്ളേർക്കൊക്കെ അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്, അപ്പൻ്റെ അമ്മയുടെ കല്യാണം കൂടാനുള്ള ഭാഗ്യമുണ്ട് എന്നിങ്ങനെ പറയുണ്ടായി. അപ്പോൾ വിവാഹം തന്നെ ഇഷ്ടമില്ലാത്ത, വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലാത്ത ഈ ആഫ്രിക്കയിലെ പല കല്യാണങ്ങളും നടക്കുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ലീഗലായിട്ടുള്ള മറ്റ് പേപ്പേഴ്സൊക്കെ വേണ്ടപ്പോഴാണ്. അല്ലാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക്, അതായത് ഇപ്പം ലൈക്ക് ഇൻഷുറൻസ് വേണമെങ്കിൽ ഇൻഷുറൻസിൻ്റെ നോമിനി ആകണമെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റേഷൻ ഇടല്ല, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളല്ലെങ്കിൽ അവർ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അമേരിക്കയിലും ഇപ്പോൾ വന്ന ആ ഒരു സംസ്കാരം നമ്മുടെ മെട്രോ സിറ്റീസിലെല്ലാം അതുപോലെയുള്ള ഒരു സംസ്കാരം വന്നിരിക്കുകയാണ്. ഈവൻ സുപ്രീം കോടതി അടുത്ത സമയത്ത് ഒരുമിച്ച് ജീവിക്കുക, വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നതിന് പ്രോബ്ലം ഇല്ല എന്നുള്ള രീതിയിലുള്ള വിധികളുമൊക്കെ പുറപ്പെടുവിച്ചിരിക്കുന്നതായ ഒരു സന്ദർഭം ഉണ്ടായിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ആ വിവാഹത്തിൻ്റെ ആ പാവനത നഷ്ടപ്പെടുന്നതായ ഒരു സ്റ്റേജ്. കാര്യം വിവാഹത്തെക്കുറിച്ച്, വിവാഹം കഴിക്കാനുള്ള ആവേശമല്ല, വിവാഹം കഴിക്കാതെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. മാരേജിനെ കുറിച്ച് ഒരാൾ പറഞ്ഞത്, മാരേജ് ഈസ് എ സർക്കസ് ബിറ്റ്വീൻ 3 റിങ്സ്.
ഇറ്റ് ഈസ് എൻഗേജ്മെന്റ് റിംഗ്, വെഡിങ് റിംഗ് ആൻഡ് ഫൈനലി സഫറിങ്. അപ്പം ആദ്യം എൻഗേജ്മെന്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് വെഡിങ് കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞാൽ അത് രണ്ടിനും റിംഗ് ഉണ്ട്, എൻഗേജ്മെന്റ് റിംഗ്, വെഡിങ് റിംഗ് ആൻഡ് ഫൈനലി സഫറിങ്. അപ്പോൾ ഈ 3 റിങ്ങിൽ കിടന്നുള്ള കളിയാണ് കല്യാണമെന്ന് ഒരാളിങ്ങനെ പറയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് എല്ലാ രീതിയിലുമുള്ള ഒരു പ്രതിസന്ധി, എന്തോ ഒരു കലാമിറ്റി എന്ന നിലയിലാണ് കാണുന്നത്. ഒരു വല്ലാത്തൊരു കലാമിറ്റി, ഒരു ദുരന്തത്തിലേക്ക് ചെന്ന് ചാടുന്നത് പോലെ. ഈ അടുത്ത സമയത്ത് മറ്റൊരു നല്ലൊരു തമാശ ഞാൻ കേട്ടത്, എനിക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ രസമായിട്ട് തോന്നുന്നുണ്ട്. ഒരാളുടെ ഒരു കഥയാണ്. ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്നെ ആദ്യം കാണാൻ വന്നപ്പോൾ ഞാൻ ഉടുത്തിരുന്ന സാരിയുടെ കളർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പെണ്ണുങ്ങൾ അതൊക്കെയാണല്ലോ ചോദിക്കുന്നത്. ഇവൻ പറഞ്ഞതെന്നറിയാമോ, എൻ്റെ എടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, ട്രെയിനിൻ്റെ മുമ്പിൽ ചാടാൻ പോകുമ്പോൾ വേണാടാണോ പരശുരാമാണോ വല്ലതും നോക്കാറുണ്ടോ?